നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ചില അഭ്യാസങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസുകൾ വേണം. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്രിചിതം നാതിനീചം ശൈലാജിന കുശോത്തരം. ഇതേപോലെ ഹാളിലാവാം, നമ്മളൊരു മാറ്റ് അടിയിൽ വിരിച്ച് അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ചാൽ മതി. അതിനുശേഷം ഈ സ്ഥലം നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ എയറേഷനൊക്കെയുള്ള ജനലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ തുറന്ന് കാറ്റ് വരുന്ന സ്ഥലമായിരിക്കണം നമ്മൾ യോഗ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കണം നമ്മൾ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ ഈ മാറ്റിൽ ഇരുന്ന് തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. ഈ മാറ്റിൽ ഇരുന്നിട്ട് നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ കണ്ണടച്ച് വെക്കുക. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നമ്മൾ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പറഞ്ഞൊരു വഴിയാണ് കണ്ണടച്ച് നിവർന്നിരുന്നതിന് ശേഷം ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാവുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം ശ്രദ്ധിക്കുക. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം ഓം നമഃ ശിവായ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മനസ്സ് കുരങ്ങനെ ഒരു കൊമ്പത്തുനിന്ന് മറ്റൊരു കൊമ്പത്തിലേക്ക് പോകും പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ച് നിങ്ങൾ എന്താണോ വിചാരിച്ചത്, ശ്വാസോച്ഛ്വാസമാണെങ്കിൽ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഹൃദയസ്പന്ദനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിക്കുക. അത്രേ ചെയ്യുള്ളൂ. അത് തുടർച്ചയായി ഒരു 15 മിനിറ്റ് ചെയ്യുന്നതോടെ ഒരു മാസം ചെയ്യുന്നതോടെ നമ്മുടെ മനസ്സിന് വളരെ അസ്വസ്ഥതയുള്ളവർക്കാണിത് ഏറ്റവും സഹായിക്കുവാൻ നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.